ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഫിഷ് മോളിയുടെ റെസിപ്പി ആയാലോ. ഫിഷ് മോളി ഇഷ്ടമല്ല എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലൊന്ന് ഫിഷ് മോളി വെച്ച് നോക്കേ. ഇതാ നല്ല മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. ഫിഷ് മോളിക്കായിട്ട് ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ പുരട്ടി വെക്കണം. 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണിനടുത്ത് ഉപ്പ്, 2 സ്പൂൺ വിനാഗിരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. വല്ലാതെ അങ്ങ് ക്രിസ്പി ആയി പോവരുത്. ഒരു 3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ 2 സൈഡും വറുത്തെടുത്താൽ മതി. മീൻ നമുക്കിത് ഇതുപോലെ കിട്ടണം. ഇതങ്ങ് വറുത്ത് കോരി മാറ്റാം. ഇനി ബാക്കി വരുന്ന എണ്ണ അധികം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചങ്ങ് മാറ്റിക്കോളൂ. ഈ എണ്ണയിൽ വേണം നമുക്ക് മസാല റെഡിയാക്കി എടുക്കാൻ. ഒരു 4 ഏലയ്ക്ക, ഒരു 2 ഇഞ്ച് നീട്ടത്തിലുള്ള പട്ട, ഒരു 4-5 ഗ്രാമ്പു ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 8 അല്ലിയോളം വെളുത്തുള്ളി, 1 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചി, ഒരു 3 പച്ചമുളക്. നമ്മളിതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, കുരുമുളക് പൊടി ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിക്കോളൂ കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ മൂത്ത് വന്നാൽ നമുക്കൊരു 2 തണ്ട് കറിവേപ്പില, ഒരു വലിയ സവോള തന്നെ ചേർക്കാം. ഇതുപോലെ നീട്ടത്തിൽ അരിഞ്ഞാണ് ചേർക്കുന്നത്. ഈ സവോള ഇനി ഒന്ന് വഴറ്റി ബ്രൗൺ കളറൊന്നും ആവണ്ട. ഈ ഒരു പരുവത്തിനായാൽ മതി. 1 സ്പൂൺ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും, 1/2 സ്പൂൺ ഗരം മസാല, അത് നമ്മൾ പൊടിച്ചെടുത്തതാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. 1/2 സ്പൂൺ കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ മസാലയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഒരു തേങ്ങ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല കട്ടിപ്പാലെടുത്ത് മാറ്റിയ ശേഷം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത 2ാം പാലാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ പാലൊന്ന് തിളച്ച് ആ മസാലയൊക്കെ ആ പാലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർക്കാം. കൂടെ ഒരു തക്കാളിയും ചേർക്കുന്നുണ്ട്. ഇതിനെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇതതുപോലെ ഇളക്കി കൊടുക്കണമെങ്കിൽ സ്പൂണൊന്നും ഇട്ട് ഇളക്കരുത് കേട്ടോ. ഇതുപോലെ ഒന്നങ്ങ് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഏറ്റവും അവസാനം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1 സ്പൂൺ വിനാഗിരി കൂടെ ചേർത്തോളൂ കേട്ടോ. അപ്പോൾ ഫിഷ് മോളി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ.